സിപിഐ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ വിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പാർട്ടി വിട്ടിട്ടും പിന്തുടർന്ന് ദ്രോഹിക്കുന്നതായി UDF പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിച്ചു. സിപിഐ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയൻ, ഡെപ്യൂട്ടി സ്പീക്കറും നിലവിലെ സിപിഐ ജില്ലാ സെക്രട്ടറിയുമായ ചിറ്റയം ഗോപകുമാർ എന്നിവർക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി സിപിഐ വിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രംഗത്തെത്തിയത്. പാർട്ടി വിട്ടിട്ടും പിന്തുടർന്ന് ദ്രോഹിക്കുന്നതായി UDF പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീനാദേവി കുഞ്ഞമ്മ ആരോപിച്ചു. ഒരു കേസെടുക്കാൻ ഞാൻ ഏത് വീടായിരുന്നു സ്ഫോടക വസ്തു എറിഞ്ഞ് കത്തിച്ചത്? ഈ സ്ഫോടക വസ്തു എറിഞ്ഞ് കത്തിക്കാൻ ഞാൻ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഗുണ്ടയാണ്? ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവുന്നത് വരെ എന്റെ പേരിൽ ഒരു ക്രിമിനൽ കേസെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായി ഒന്ന് ചോദ്യം ചെയ്യപ്പെടുകയോ സസ്പീഷ്യസ് ആയിട്ട് എന്നെ കാണുകയോ ചെയ്തിട്ടില്ല. ഇതൊരു ക്രൂവലസ്റ്റ് ഓഫ് ദ ക്രൂവലസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നു. ക്രൂരങ്ങളിൽ അതിക്രൂരമായിട്ടുള്ള ഒരു കേസാണ് ഇത്. എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചൂരനാട് പോലീസ് അവിടെ വന്ന് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടവർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി മുല്ലക്കര രത്നാകരനായിരുന്നു. തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ AP ജയൻ ഭരണപക്ഷത്തുള്ള സ്വാധീനം ഉപയോഗിച്ച് നിരന്തരമായ ശ്രമമാണ് നടത്തിയത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് നീക്കം ചെയ്യാനും നിരന്തരം ശ്രമം നടന്നുവരുന്നുണ്ട്. മാനസികമായി തകർക്കുവാനും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ നിരവധി കള്ളക്കേസുകളിൽ പെടുത്തിയും ദ്രോഹിച്ചിരുന്നു. AP ജയനെതിരെ പാർട്ടിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസിന് പരാതിയായി നൽകുമെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.